നമുക്ക് ബാങ്ക് ലോൺ എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പം നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഇഷ്യൂ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പോകുന്നത്. ബിടെക് പഠിക്കുക എന്നുള്ളത് കൂടുതൽ സീറ്റുകൾ സെൽഫ് ഫൈനാൻസ് കോളേജുകൾ വന്നതിന് ശേഷമാണ് ഈ ഒരു ബാങ്ക് ലോണിൻ്റെ ട്രെൻഡ് തന്നെ വരുന്നത്. വാസ്തവം. നമുക്ക് ആവശ്യത്തിനുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഗവൺമെൻറ് ലെവലിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്രയ്ക്കും അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പോലും ഒരു 20% പേർക്കുള്ള ജോലിയെ നമുക്ക് പ്രൈവറ്റ് മേഖലയിലും സർക്കാർ മേഖലയിലും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ ഒരുപാട് വന്നു. അപ്പം നോർമൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നപ്പോൾ നമുക്ക് സംഭവിച്ച കാര്യം അവിടത്തേക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയുള്ള പിള്ളേരെ കിട്ടുന്നില്ല. അപ്പോൾ ക്വാളിറ്റി ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒരുമിച്ച് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇത് എടുക്കുക എന്നുള്ളത് സെൽഫ് ഫൈനാൻസിങ് എന്ന വീട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി സാമ്പത്തിക ശേഷി ഉള്ളവർ അവർ ലോണൊന്നും എടുക്കാതെ പഠിക്കുന്നുണ്ട്. അവർ പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് ലോസ് ഒന്നും വരുന്നില്ല. എന്നാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ വമ്പൻ ബാങ്ക് ലോൺ എടുത്തിട്ട് അവർ ഈ ഒരു കോഴ്സ്